ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് തുടങ്ങിയതേ ഉള്ളൂ. ഇത് കുറച്ച് തിരിഞ്ഞെടുക്കാനുണ്ടേ. അതിനകത്ത് നോക്കി തിരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നു. നല്ല വലിയ കായാണല്ലോ. ഇത് 9 8+. തിരിഞ്ഞു മടുത്തോ? തിരിഞ്ഞു മടുത്തില്ല. അത് ബോൾട്ട് ആദ്യം തിരിഞ്ഞു മാറ്റി. പിന്നെ ഉള്ളത് ഇത് ചെറിയ കായാണെങ്കിലും ഉണ്ടല്ലോ നല്ലതായിട്ട് പഴുത്തതാ. ഇത് പഴുത്ത് കൂടി പോയിട്ടാണ് ഇങ്ങനെ പൊട്ടുന്നത്. ഇത് 1 കിലോ അല്ലേ? ഇത് അത് 1/2 കിലോ. 1/2 കിലോ മതിയായിരുന്നു. ഇത് കണ്ടോ, ഈ പഴുത്ത കായേ ഈ കഴുകുമ്പോ ഇത് ഉണങ്ങിട്ട് തേക്കുമ്പോ ഇത് പൊട്ടുന്നതാ. അതിനകത്ത് 1-2 കാ പോകും. പക്ഷെ നല്ല കായ. കുരുമുളകും ഉണ്ട്. ഇനി കുറച്ച് ചമ്മന്തിപ്പൊടിക്കും കുറച്ച് ഏത്തക്ക വറുത്താനും കൂടെ ഓർഡർ ഉണ്ട്. അപ്പൊ അതും കൂടെ നാളെ റെഡിയാക്കണം. നമ്മളോർത്ത് ഓണം കഴിഞ്ഞപ്പോ ഏത്തക്കയുടെ സീസൺ കഴിഞ്ഞായിരിക്കും. ഒത്തിരി പേര് പറഞ്ഞു നല്ല അടിപൊളി ചിപ്സ് ആയിരുന്നു. കൊടുത്ത സാധനം ഒന്നും ആരും മോശം പറഞ്ഞു. ചമ്മന്തിപ്പൊടിയൊക്കെ നല്ല സൂപ്പർ സാധനമായിരുന്നു. അതെ, ചിപ്സ് കഴിക്കാൻ ഇപ്പൊ ഓണം വേണമെന്നൊന്നും ഇല്ലല്ലോ അല്ലെ? അതുകൊണ്ട് എപ്പോ വേണേലും കഴിക്കാം. വറുത്തെല്ലാം തീർന്നു. ഇനി നാളെ കുറച്ച് ഏത്തക്ക കിട്ടുമായിരിക്കും വാങ്ങിക്കാൻ. ഞാൻ ശർക്കര വരട്ടി ഇവർക്ക് കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെ ഇഷ്ടമുള്ള സാധനമാണ്. ആണോ? മാറ്റി വെച്ചിട്ടുണ്ടോ? ശർക്കര വരട്ടി അടിച്ച് മാറ്റിയല്ലേ? മഴയാണോ ഇനി? എനിക്ക് ഇഷ്ടപ്പെട്ട കാലാവസ്ഥയാണ്. ഞാൻ നേരത്തെ അമ്മയോട് പറയുമായിരുന്നു ഇങ്ങനെ രാത്രിയില് മഴയും രാവിലെ ആകുമ്പോ വെയിലും വരണമെന്ന്. എനിക്ക് രാവിലെ മഴ പെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പൊ അമ്മ പറയുമായിരുന്നു സ്വപ്നത്തിൽ നടക്കുന്നു. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ പകല് മുഴുവൻ വെയിലും രാത്രി നല്ല മഴയും. അപ്പൊ കിടക്കുമ്പോ മഴയുടെ സൗണ്ടിൽ കിടന്നുറങ്ങാം. കിടക്കുമ്പോ മഴയുടെ സൗണ്ട് വരാൻ വേണ്ടിട്ടേ മഴയില്ലാത്തപ്പോ കുഞ്ഞ് ഫാൻ ഇട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ വെച്ചു നോക്കും. അങ്ങനെ ഒരു പൊസിഷനിൽ കിടക്കുമ്പോ മഴ പെയ്യുന്ന പോലെ കേൾക്കും. അതെല്ലേ? ഇന്നിപ്പോ ഒറിജിനൽ മഴയാ. ചേട്ടാച്ചൻ പുറത്തെങ്ങാണ്ടുണ്ട്. ഗേറ്റ് അടയ്ക്കാൻ പോയത്. ആണോ? ചമ്മച്ചെല്ലാം പരിപാടി കേട്ടോ. അടുക്കളയിൽ എന്തോ കലാപരിപാടിയാന്ന് തോന്നുന്നു. ചമ്മച്ചി ചട്ടിച്ചോറ് ഉണ്ടാക്കുവാന്ന് തോന്നുന്നു. നോക്കിയാടാ. ചട്ടിച്ചോറ് എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും മീൻകറി തീരാറായതുകൊണ്ട് മീൻചട്ടിയിൽ ഇളക്കുന്നതാണ് നമ്മുടെ ചട്ടിച്ചോറ്. ഇന്ന് മീൻകറി തീരാറായതുകൊണ്ട് മീൻചട്ടിക്കകത്തിട്ട് ഇളക്കുവാണോ? അതെന്നാന്നറിയോ? കുറച്ചോട് മുട്ട വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അത് മറന്നുപോയി. ഞാൻ മറന്നുപോയി മുട്ടയുടെ കാര്യം. അതുകൊണ്ട് വൈകിട്ടുള്ള കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കേ ഈ ഏലക്കായുടെ നമ്മളൊരു ഡ്രൈവർ വെക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെയുള്ള ഒരു 8-ാം മൈലുള്ള കുട്ടന്തറത്തിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഏജൻസീസ് ഉണ്ട്. ഇന്ന് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ ഡ്രൈവർ വെക്കാനായിട്ട് നോക്കിയ സ്ഥലത്ത്. അപ്പം ഷെയ്സ് ഞാനും കൂടി ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിലൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്. അത് ഞങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു. നല്ല അടിപൊളി ഒരു ഡ്രയർ. അതായത് പുള്ളി പറഞ്ഞത് അതിനകത്തൊരു 15 കിലോ വരെ പിന്നെ ഇറച്ചി ഉണങ്ങാം, പച്ചക്കറികളെല്ലാം ഉണങ്ങാം, പഴവർഗ്ഗങ്ങളെല്ലാം ഉണങ്ങാം, ഡ്രൈ ഫ്രൂട്ട്സ് ആക്കാം, അതുപോലെ തന്നെ മുരിങ്ങയില, ഇലവർഗ്ഗങ്ങൾ എല്ലാം 15 കിലോ ക്വാണ്ടിറ്റി വരെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള ചെറിയ ഡ്രയർ. കറണ്ടയില് നല്ല അടിപൊളി സാധനമാണ്. നമുക്കത് വാങ്ങിക്കാനുള്ള ഒത്തിരി ഐറ്റം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല, അതായത് നമുക്ക് ഫ്രഷ് സാധനം നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാം. ഇപ്പോൾ ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ചക്ക ഉണങ്ങിയെടുക്കാം. അതുപോലെ തന്നെ കപ്പ ഉണങ്ങാം. നല്ല പ്രീമിയം നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരെണ്ണം തരാമെന്ന് പറഞ്ഞു. എല്ലാ സാധനവും ഇവിടെ വാങ്ങിച്ചാൽ പിറ്റേ ദിവസം മഴക്കാലം ആണെങ്കിൽ അതിന്റെ തുണി കാണും. എനിക്ക് അതേ തോന്നി. അതെ, കോപ്പി ഈ ഏലക്കായ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചാ അതിനകത്താണോ ചെയ്യുന്നത്? വൈറ്റ് മറ്റേ ഇതിനകത്ത് ചെയ്താലും മതി. അല്ല, ഫുള്ള് വേണ്ട. 1/4 കിലോയുടെ 2 പാക്കറ്റ് ആക്കിയാൽ മതി. 1/2 കിലോയുടെ 1 പാക്കറ്റ് വേണ്ട. മറ്റേ വെയിറ്റ് ഉണ്ട്. നമ്മുടെ പാക്കിംഗ് ഇതൊക്കെയാലേ
എത്ര ഉണ്ടാ? ഇത് 1/4 കിലോ ആണോ? ആ അതുകൂടെ ഒരു പാക്കറ്റ് വിടും. അപ്പോൾ 1/2 കിലോ ആയില്ലേ? ഒന്നുകൂടെ സീൽ ചെയ്തോ. കുരുമുളക് ഓരോ കിലോ ഇപ്പുറത്തോട്ട് മാറ്റി ഒന്നുകൂടെ സീൽ ചെയ്തോ. ഒറ്റ പാക്കറ്റല്ല, 2 ആക്കി വെച്ചോ. എടുക്കുന്നവർ ഒന്നിച്ചല്ലോ എടുക്കുന്നത്. 1/4 കിലോയുടെ 2 പാക്കറ്റ് വെച്ചാൽ പോരെ. കഴിക്കാൻ എന്നാ അമ്മേ? ചട്ടിച്ചോറാണോ? പറഞ്ഞ പോലെ മീൻ ചട്ടിക്കകത്തിട്ട് ചോറ് തരുവാണോ? നിനക്ക് തരികയല്ല, അവനാ കൊടുക്കുന്നേ. ആണോ? അത് കൊള്ളാം. എനിക്കും അത് തന്നെ മതി. ഒരു ചട്ടിയേ ഉള്ളു, 2 പേർക്കും കൂടി തരാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇന്ന് ഈ പണിയും കൊണ്ടൊക്കെ ഇരുന്നോണ്ടേ ഇന്ന് കറി ഒന്നും വൈകിട്ട് വെച്ചില്ല. അല്ലേ? അപ്പൊ ഉള്ള ഇതൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നാളെ നിനക്ക് പണിയുണ്ടോടി? എനിക്ക് നാളെ ഉണ്ട്. ആണോ? എനിക്കറിയാം, എനിക്ക് വലിയൊരു പണി തരാനാന്ന് എനിക്ക് മനസ്സിലായി. അതിനാ? നാളെ ഉണ്ടോ? വർക്കുണ്ടോ? ഉണ്ട്. ആ അപ്പോൾ ഒരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ നാളെ അമ്മയ്ക്ക് ഇരിക്കട്ടെ ഒരു പണിയാ. നാളെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണേ. തേങ്ങ എല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില നാളെ രാവിലെ എടുത്തുകൊണ്ട് തരാം. അപ്പൊ നാളെ ഒന്ന് റെഡിയാക്കി തന്നാൽ മതി. അത് രാവിലെ കൊണ്ടു തന്നിരുന്നെങ്കിൽ ഇന്ന് ആ പണി ചെയ്തു വെച്ചേനായിരുന്നു. അത് എനിക്ക് രാവിലെ നേരം കിട്ടിയില്ലെന്നേ. അത് കുഴപ്പമില്ല, നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം അല്ലേ? അതവിടെ പറഞ്ഞു. അല്ല, ഏത്തക്കായും കൂടെ വറക്കണമെങ്കിലേ രണ്ടും കൂടെ വൈകിട്ട് ചെയ്യാം. എന്നുവെച്ചാൽ മറ്റേ വലിയ അടുപ്പ് എടുത്തിട്ട് വലിയ ഉരുളിയും വെച്ച് ചെയ്യാം. 1 കിലോ വേണമെങ്കിൽ വലിയ ഉരുളി വറക്കണം. എന്നാ പിന്നെ അങ്ങനെ നോക്കാം അല്ലേ? അത് മതി. അപ്പൊ എന്നാ പോയി വിളമ്പിക്കും, കഴിച്ചേക്കാം. അടുത്ത് വിശക്കുന്നു. പറഞ്ഞ പോലെ തന്നെ ചട്ടിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ടല്ലേ? എനിക്കായിരിക്കും ചട്ടിച്ചോറ്. ആണോ? നല്ല അടിപൊളി മീൻചാറിനകത്തിട്ട് നല്ല സെറ്റപ്പ് ചട്ടിച്ചോറ്. ഇത് കുറച്ചോളല്ലോ, ഇതിപ്പോ എനിക്ക് തികയല്ലോ. നിനക്ക് തരുന്നില്ലല്ലേ? ആണോ? ഇത് കൊള്ളാം. ഞാനോ നീ പപ്പടം? ഇത് എന്നാ പപ്പടോ? ഇത് ആന പപ്പടോ? സൂപ്പർ പപ്പടം അല്ലേ? ചോറ് പൊതിയാവുന്നോ? ചമ്മന്തിപ്പൊടി കിട്ടും. നല്ല അടിപൊളി സാധനം കേട്ടോ. ഇത് മുളക് അരച്ചുണ്ട്, വേറെ മുളകുണ്ട്, മുളക് വറുത്തതുണ്ട്, പിന്നെ നല്ല മീൻചട്ടിക്കകത്തിട്ട് ചോറും. എങ്ങനെ തോന്നി? കൊള്ളാം. ചേട്ടാച്ചൻ കഴിച്ചിട്ടുന്നില്ല. ചേട്ടാച്ചൻ വന്നപ്പോ കപ്പയും മീൻകറിയും കൂടെ കഴിച്ചല്ലേ? ഇപ്പം നല്ല അടിപൊളി ഫുഡാട്ടോ. കപ്പയും മീൻകറിയും നല്ല ചോര മീൻകറിയും കപ്പയും കൂടെ കണ്ട കഴിക്കാതിരിക്കാൻ പറ്റുവോടെ? നിനക്ക് കപ്പ ഇഷ്ടമില്ലെന്നും പറഞ്ഞേ ഒന്നും മിണ്ടാതിരുന്ന് പിടിക്കുന്നുണ്ടോ? എന്റെ മീൻ ചട്ടിച്ചോറ മൂടി വെച്ചിരിക്കാന്നിട്ട് വേറെ ആരും എടുക്കാതിരിക്കാനായിരിക്കും. അപ്പൊ ഒന്നും കാണത്തില്ല കുഞ്ഞെ. കുഞ്ഞു മുള്ളുണ്ടാവുന്ന തപ്പോ അതിനകത്ത്. അതുപോലെ പെറുക്കിയതാ. ഇല്ല, ചോരമീൻ ആയതുകൊണ്ട് അത്ര മുള്ളില്ലായിരുന്നു. അപ്പൊ എന്നാ എല്ലാരും കൂടി ഇരുന്നോ, കഴിച്ചിട്ട് കിടന്നേക്കാം. വേണം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.